അഭിനന്ദനായ സുൽത്താനുൽ ഉലമ കാന്തപുരം എ.പി. ഉസ്താദ്, ഏറെ ബഹുമാന്യനായ പ്രിയപ്പെട്ട നമ്മുടെ മലപ്പുറത്തിൻ്റെ അഭിമാനം വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിയ ഖലീൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട കേരള യാത്രയുടെ നായകരെ, നേതാക്കളെ, ഈ യാത്രയെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി അണമുറിയാത്ത ഒരു പ്രവാഹമായി ഈ അരീക്കോടിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ അരീക്കോടിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വലിയ സുന്ദരമായ ഒരു സായാഹ്നമാണ് ഈ കേരള യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള യാത്രയുടെ നായകനെ കാണാൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കേൾക്കാൻ പതിനായിരങ്ങളാണ് ഈ അരീക്കോട് അങ്ങാടിയിലേക്ക് ഒഴുകിയെത്തിയത്. ഈ ജാഥ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ജാഥ അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യ പ്രവാഹമായി മാറിയിരിക്കുക. നമുക്കറിയാം, 2012 ഇതുപോലെ എ.പി. ഉസ്താദ് കാസർഗോഡ് നിന്ന് ഒരു ജാഥ ആരംഭിച്ച് ആ ജാഥ ഈ കേരളത്തിൽ മലപ്പുറത്തുകൂടെ, മലബാറിലൂടെ, കേരളത്തിലൂടെ പ്രയാണം ആരംഭിച്ച് തിരുവനന്തപുരത്ത് ആ ജാഥ സമാപിച്ചപ്പോൾ വലിയ ഒരു സാമൂഹിക പരിവർത്തനം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ആ കേരള യാത്രയ്ക്ക് കഴിഞ്ഞിരുന്നു. കലാപത്തിന്റെയും കാലുഷ്യത്തിന്റെയും അക്രമത്തിന്റെയും അടിച്ചമർത്തലിന്റെയും വാർത്തകൾ പുറത്തു വന്ന ആ കലുഷിതമായ കാലഘട്ടത്തിൽ സമാധാനത്തിന്റെ മാലാഖയായി ഒരു വെള്ളരി പ്രാവിനെ പോലെ പ്രിയപ്പെട്ട ഉസ്താദ് നടത്തിയ യാത്ര വലിയ ഒരു മാറ്റം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രിയപ്പെട്ട ഉസ്താദ് നയിക്കുന്ന ഈ രണ്ടാമത്തെ യാത്ര തീർച്ചയായും മനുഷ്യത്വം മരവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ജാഥ കേരളത്തിലൂടെ കടന്നു പോകുന്നത്. ഇത് ജനുവരി മാസം 1-ാം തീയതി ആരംഭിച്ച ഈ ജാഥ കന്നഡയും കൈരളിയും കൈകോർത്ത് പിടിക്കുന്ന കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച് തറികളുടെയും തിറകളുടെയും നാടായ കണ്ണൂരിന്റെ മണ്ണിനെ കീഴടക്കി കുഞ്ഞാലി മരക്കാരുടെ വീരസ്മരണകൾ ഉറങ്ങുന്ന കോഴിക്കോടിന്റെ മണ്ണിലൂടെ കടന്നുവന്ന് പഴശ്ശിയുടെ പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വയനാടിൻ മനസ്സിനെ കീഴടക്കി മഞ്ഞ് പെയ്യുന്ന നീലഗിരി താഴ്വരകളെ കീഴടക്കി ഈ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് മാപ്പിളപ്പാട്ടിന്റെ ഗന്ധവും മൈലാഞ്ചിയുടെ സുഗന്ധവും പേറുന്ന നമ്മുടെ ഈ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ഈ ജാഥ കടന്നു വന്ന് ഇനി ഈ ജാഥ 16-ാം തീയതി പുത്തരിക്കണ്ടത്ത് സമാപിക്കുമ്പോ ഇത് കേരള യാത്ര ഒരു ജൈത്ര യാത്രയായി മാറും. ഇതൊരു പരിവർത്തന യാത്രയായി മാറും. ഇത് കേരളത്തെ മോചിപ്പിക്കുന്ന, വലിയ മാറ്റം കൊണ്ടുവരുന്ന, മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു തീർത്ഥയാത്രയായി ഈ യാത്ര മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഇന്ന് കേരളത്തിൽ ജാഥ നയിക്കാൻ, ആ ജാഥ നയിക്കാൻ ഏറ്റവും അർഹതയുള്ളത്, ആർജവമുള്ളത് പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിനാണ്. എല്ലാ കാലത്തും മനുഷ്യരെ ചേർത്ത് പിടിച്ച മഹാപ്രവാചകനാണ് അദ്ദേഹം. കശ്മീരിന്റെ താഴ്വരയിൽ അനാഥ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ആ കശ്മീരിൽ നിന്ന് അദ്ദേഹം ആരംഭിച്ച ആ മനുഷ്യത്വത്തിന്റെ മഹാപ്രയാണം ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു. നമ്മുടെ ജില്ലയിൽ ഈ കിഴക്കൻ ഏർനാടിൽ കവളപ്പാറയിൽ 59 പേർ മണ്ണിനടിയിലായി മരണപ്പെട്ട ആ സന്ദർഭത്തിൽ പോലും കേരളം ദുരന്തത്തിന്റെ, പ്രകൃതി ദുരന്തത്തിന്റെ മുമ്പിൽ പകച്ചു നിന്നപ്പോ അവിടേക്ക് രക്ഷാദൂതനായി കടന്നുവന്ന് പാവപ്പെട്ടവരെ കൈകൊടുത്ത് ചേർത്ത് പിടിച്ച കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ പ്രവാചകനാണ് പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദ്. നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ മോചനത്തിനു വേണ്ടി രാജ്യത്തെ ഗവൺമെന്റ് പരാജയപ്പെട്ടപ്പോ, രാജ്യാന്തര ഏജൻസികൾ പരാജയപ്പെട്ടപ്പോ, എല്ലാവരും പരാജയപ്പെട്ടപ്പോ, എല്ലാവരും നിസ്സഹായരായി മാറിയ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ ആ മോചനത്തിനു വേണ്ടി മുൻകൈയെടുക്കാൻ, രാജ്യത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഏറ്റവും വലിയ മോചനത്തിന്റെ പ്രവാചകനായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എ.പി. ഉസ്താദ് അദ്ദേഹം ഒരു യുഗപുരുഷനാണ്, അദ്ദേഹം ഒരു ചരിത്ര പുരുഷനാണ്. പതിറ്റാണ്ടുകൾ പിന്നിട്ടാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും വരും തലമുറ അദ്ദേഹത്തെ കുറിച്ച് ചരിത്ര പുസ്തകങ്ങളിലൂടെ വായിച്ചു പഠിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന, പിറന്നു വീഴുന്ന ഒരു യുഗപുരുഷനായ പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്ര, ആ കേരള യാത്ര ഈ അരീക്കോടിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോ വലിയ
ഒരു കലുഷിതമായ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന ഈ ജാഥ കടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഭാഷയുടെ പേരിലും ഒക്കെ മനുഷ്യർക്കിടയിൽ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിടയിൽ വേലിക്കെട്ടുകളും വേർതിരിവുകളും സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ കുടില നാടകമാടുന്ന ഒരു വർത്തമാന കാലഘട്ടമാണ്. നമുക്കിടയിൽ മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന പാരസ്പര്യത്തിന്റെ പാലം തകർത്ത് നമുക്കിടയിൽ പരസ്പര സ്പർദ്ധ വളർത്തുന്ന വർഗീയ സംഘടനകൾ, വിദ്വേഷത്തിന്റെ പ്രവാചകന്മാർ നമ്മുടെ സമൂഹത്തിൽ പണം വിടർത്തിയാടുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന ഏറ്റവും വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദ് കടന്നു വരുന്നത്. മനുഷ്യരെല്ലാവരും കൈകൾ കോർത്ത് വെച്ച് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് ഒരു കൈയായി ഒരു മെയ്യായി ഒരുമയോടെ എളിമയോടെ ഈ മണ്ണിൽ ജീവിക്കണമെന്ന മനുഷ്യത്വത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മനുഷ്യത്വം മരവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ മാനുഷ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ജാഥയുമായി കടന്നു വരുന്ന പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദ് അദ്ദേഹം നയിക്കുന്ന ഈ യാത്രയ്ക്ക് കേരളത്തിൽ വലിയ മാറ്റവും മുന്നേറ്റവും മോചനവും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ സംഘാടക വൈഭവത്തോടുകൂടി ഈ ജാഥ നയിച്ച് അരീക്കോടിന്റെ മണ്ണും മനസ്സും ഹൃദയവും കീഴടക്കിയ പ്രിയപ്പെട്ട ജാഥാ നായകനെയും ഈ സംഘടനയുടെ മുഴുവൻ സഹപ്രവർത്തകരെയും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വലിയ മാറ്റം ഈ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഈ കേരള യാത്രയിൽ ഒരു കണ്ണിയാവാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കരുതിക്കൊണ്ട് എല്ലാ വിധത്തിലുള്ള ആയുസ്സും ആരോഗ്യവും പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിന് പടച്ചതമ്പുരാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.